എംപിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗത്തിൽ കേരളം ഇപ്പോഴും വളരെ പിന്നിൽ തന്നെയാണ്. കേരളത്തിന് അനുവദിച്ച 520 കോടി രൂപയിൽ 107 കോടി രൂപ മാത്രമാണ് ഇതുവരെ ചെലവാക്കിയത്. അതായത് ഫണ്ടിന്റെ വെറും 20% മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രാജ്യത്ത് ആകെ 11,621 കോടി രൂപയോളം അനുവദിച്ചതിൽ 3,819 കോടി രൂപ ചെലവഴിച്ചപ്പോൾ ദേശീയ തലത്തിലെ വിനിയോഗം ഏതാണ്ട് 33%. സംസ്ഥാനങ്ങളുടെ ശരാശരി വിനിയോഗം 55%. ഫണ്ട് വിനിയോഗത്തിൽ 2 എംപിമാർ മാത്രമുള്ള നാഗാലാൻഡാണ് ഏറ്റവും മുന്നിൽ. 94% ഉപയോഗവുമായിട്ടാണ് അവർ മുന്നിൽ നിൽക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്കീമാണ് എംപിമാരുടെ പ്രാദേശിക വികസനം. എംപിമാർക്ക് അവരുടെ മണ്ഡലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാൻ 5 കോടി രൂപ ഈ സ്കീമിന് കീഴിൽ അനുവദിക്കും. ലോക്സഭ, രാജ്യസഭ എംപിമാർക്ക് പുറമെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്കും ഈ ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. എംപിമാർക്കും MLA-മാർക്കും ഈ പദ്ധതികൾ കീഴിൽ നേരിട്ട് പണമൊന്നും ലഭിക്കുന്നില്ല. സർക്കാർ നേരിട്ട് അതാത് പ്രാദേശിക അധികാരികൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. എംപിമാർക്ക് അവരുടെ നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കും. റോഡുകൾ, സ്കൂൾ കെട്ടിടങ്ങൾ എന്നിവയുടെ നിർമ്മാണങ്ങൾക്കാണ് ഈ ഫണ്ട് പ്രധാനമായും ഉപയോഗിക്കുന്നത്. 1993 ഡിസംബർ 23 ലോക്സഭയിൽ അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. വിവിധ പാർട്ടികളിലെ എംപിമാരുടെ അഭ്യർത്ഥന മാനിച്ചായിരുന്നു നടപടി. CPIM എംപിമാരായ നിർമ്മൽ കാന്തി ചാറ്റർജി, സോംനാഥ് ചാറ്റർജി എന്നിവരിൽ നിന്നാണ് ഈ നിർദ്ദേശം ഉയർന്നു വന്നത്. ഇപ്പോഴത്തെ കേരള എംപിമാരിൽ ഏറ്റവും ഉയർന്ന ഫണ്ട് വിനിയോഗം ഡീൻ കുര്യാക്കോസിന്റേതാണ്. 14.7 കോടി രൂപയിൽ 5.4 കോടി രൂപ ചെലവഴിച്ച് 36% അദ്ദേഹം വിനിയോഗിച്ചിട്ടുണ്ട്. 35.6% വിനിയോഗവുമായി NK പ്രേമചന്ദ്രനാണ് പിന്നിലുള്ളത്. 2025 നാമനിർദ്ദേശം ചെയ്യപ്പെട്ട BJP-യുടെ രാജ്യസഭാംഗം C സദാനന്ദൻ മാസ്റ്റർ ഫണ്ടിൽ നിന്ന് ഇതുവരെ ഒരു നയാ പൈസ പോലും ചെലവഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന് 7.35 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഓരോ വർഷവും ഇത് ലാപ്സായി പോകില്ല. അടുത്ത വർഷത്തേക്ക് ഈ തുക ഒരുമിച്ച് വകയിരുത്തും. ഓരോ എംപിക്കും പ്രതിവർഷം 5 കോടി രൂപ വരെ പ്രാദേശിക വികസന പ്രവൃത്തികൾക്കായി ശുപാർശ ചെയ്യാം. പ്രവൃത്തികൾ ശുപാർശ ചെയ്യുന്നതിലാണ് MP-യുടെ പങ്ക്. തുറന്ന പദ്ധതിക്ക് അനുമതി നൽകുകയും പ്രവൃത്തി നടപ്പാക്കുകയും ചെയ്യുന്നത് കളക്ടർമാരാണ്. രാജ്യസഭ എംപിമാർക്ക് ഇത് വിവിധ ജില്ലകളിലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അവിടുത്തെ കളക്ടർമാർ തന്നെയാണ് അത് നടപ്പിലാക്കുന്നത്. നേരത്തെ ഫണ്ടിലെ പ്രവൃത്തി സംബന്ധിച്ച് എംപിമാർ പരാതി ഉന്നയിച്ച സാഹചര്യത്തിൽ 3 വർഷം മുമ്പ് പ്രത്യേക നടപടിക്രമങ്ങളും ഏർപ്പെടുത്തി. ഇതനുസരിച്ച് നിർദ്ദേശം വന്നാൽ 45 ദിവസത്തിനകം പദ്ധതിക്ക് അനുമതി നൽകുകയോ നിഷേധിക്കുകയോ വേണം. 1 വർഷത്തിനകം പണി പൂർത്തിയാക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. 0 വിനിയോഗവുമായി സദാനന്ദൻ മാസ്റ്റർ നിൽക്കുമ്പോൾ തൊട്ടു പിന്നിലായി MK രാഘവനുണ്ട്. 5% ഫണ്ടാണ് അദ്ദേഹം വിനിയോഗിച്ചത്. സുരേഷ് ഗോപി 10.89% ഉപയോഗിച്ചപ്പോൾ ഷാഫി പറമ്പിൽ 10.6% ഫണ്ട് മാത്രമാണ് വിനിയോഗിച്ചത്. ഒന്നും ചെയ്യുന്നില്ലെന്ന് എപ്പോഴും പരിഹസിക്കപ്പെടുന്ന പ്രിയങ്ക ഗാന്ധി 28.34% ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.